ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജപ്പാനിൽ നിന്നുള്ള ഒരു പാസ്റ്ററുടെ കഥയാണ്. ശിരഹാമ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാൻ്റെ തെക്കൻ തീരത്തുള്ള അതിമനോഹരമായ ഒരു റിസോർട്ട് പട്ടണമാണ് ശിരഹാമ. അവിടുത്തെ സ്വർണ്ണവർണ്ണമാർന്ന കടൽ തീരവും ശരീരത്തിനും മനസ്സിനും കുളിർമയേകുന്ന ചൂടും നീരുറവകളും ലോകപ്രസിദ്ധമാണ്. സഞ്ചാരികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത് വിശ്രമിക്കാനും ഉല്ലാസത്തിനുമാണ്. എന്നാൽ ശിരഹാമയിലേക്ക് ചിലർ വരുന്നത് മറ്റൊരു ലക്ഷ്യത്തോടെയാണ്. ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കുക, അതായത് ആത്മഹത്യ ചെയ്യുക. പ്രകൃതിയുടെ സൗന്ദര്യം അതിൻ്റെ ഏറ്റവും ഭയാനകമായ രൂപത്തിൽ നിലകൊള്ളുന്ന ഒരിടം സാൻ ഡാൻബേക്കി ക്ലിഫ്. ബീച്ചിനോട് ചേർന്ന് ഏകദേശം 200 അടി ഉയരമുള്ള ചെങ്കുത്തായ ഒരു മലഞ്ചെരിവ് അവിടെയുണ്ട്. ജപ്പാനിലെ ഏറ്റവും കുപ്രസിദ്ധമായ ആത്മഹത്യാ മുനമ്പുകളിലൊന്നാണിത്. ഈ മലയിൽ നിന്ന് താഴേക്ക് ചാടുന്നവരുടെ ശരീരം സമുദ്രത്തിൻ്റെ അക്രമാസക്തമായ തിരമാലകളിൽപ്പെട്ട് അടയാളങ്ങളില്ലാതെ അപ്രത്യക്ഷമാകും. ശിരഹാമ ബീച്ചിനടുത്ത് ഒരു കൊച്ചു ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ ഫെയ്ത്ത് ഹോമിൽ മിക്ക രാത്രികളിലും അർദ്ധരാത്രിയുടെ ഘനീഭവിച്ച നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ടെലിഫോൺ ബെൽ ശബ്ദിക്കാറുണ്ട്. രാത്രിയുടെ ഏത് യാമത്തിലാണെങ്കിലും ഈ വിളി പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ പാസ്റ്റർ യോയിച്ചി ഫുജിയാബു ഫോൺ എടുത്ത് മോഷി മോഷി എന്ന് ആർദ്രതയോടെ പ്രതികരിക്കും. ജാപ്പനീസ് ഭാഷയിൽ മോഷി എന്ന് പറഞ്ഞാൽ ഹലോ എന്നാണ് അർത്ഥം. മറുവശത്ത് മിക്കപ്പോഴും നിശബ്ദതയായിരിക്കും. പാസ്റ്റർ അല്പനേരം ചെവിയോർക്കും. അപ്പോൾ ഒരു തേങ്ങൽ ശബ്ദം പോലെ കേൾക്കാം. പിന്നെ വിറയാർന്ന ഒരു സ്വരം, ദയവായി എന്നെ സഹായിക്കണം. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഫുജിയാബു താക്കോലും എടുത്ത് കാറിലേക്ക് കയറും. ഇരുട്ടിനെ കീറി മുറിച്ച ക്ലിഫിന് മുകളിലെ പബ്ലിക് ടെലിഫോൺ ബൂത്തിനെ ലക്ഷ്യമാക്കി പായും. ദൂരെ നിന്ന് തന്നെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ പാസ്റ്റർ അത് കാണും. ഏകാന്തമായ ഒരു രൂപം. അദ്ദേഹം കാറിൽ നിറങ്ങി ആ നിഴലിനടുത്തേക്ക് പതിയെ നടന്നെടുക്കുന്നു. ഇതിനകം 100 കണക്കിന് തവണ ഒരു മാറ്റവുമില്ലാതെ ആവർത്തിക്കപ്പെടുന്ന രംഗമാണിത്. കഴിഞ്ഞ 30 വർഷമായി പാസ്റ്റർ ഫുജിയാബുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണിത്. 53കാരനായ ഈ പാസ്റ്റർ ശിരഹാമ ബാപ്റ്റിസ്റ്റ് ക്രൈസ്റ്റ് ചർച്ചിലെ ശുശ്രൂഷകനാണ്. ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം 1100-ലധികം ആളുകളെയാണ് സാൻ ഡാൻബെക്കിയുടെ മരണക്കൊക്കയിൽ നിന്ന് രക്ഷിച്ച് ജീവിതത്തിലേക്ക് നയിച്ചത്. ഓരോ മാസവും നിരവധി കോളുകൾ ഇങ്ങനെ അസമയങ്ങളിൽ അദ്ദേഹത്തെ തേടിയെത്തും. അദ്ദേഹം ഓടിയെത്തി അവരെ കണ്ടെത്തും. തൻ്റെ കാറിലേക്ക് അവരെ ശാന്തമായി കയറ്റും. പിന്നെ പട്ടണത്തിലൂടെ ദീർഘദൂരം ഡ്രൈവ് ചെയ്യും. അവരുടെ സങ്കടം മുഴുവൻ ആ യാത്രയിൽ അദ്ദേഹം കേൾക്കും. ചിലർ കോപിച്ച് അക്രമാസക്തമാകും. മറ്റു ചിലർ സംശയാലുക്കളാകും. അവർ പൂർണ്ണമായും ശാന്തമാകുന്നതുവരെ ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ സ്വന്തക്കാരെ ഉപേക്ഷിച്ചും ജോലി രാജിവെച്ചും എല്ലാം വിറ്റൊഴിഞ്ഞും മരിക്കാനായി എത്തിയ അവരെ അദ്ദേഹം സ്വന്തം ഡോർമിറ്ററിയിലോ വീട്ടിലേക്കോ കൊണ്ടുപോകും. അവർക്ക് പോകുവാൻ ഭൂമിയിൽ മറ്റൊരിടവുമില്ലെന്നുള്ളതാണ് സത്യം. ക്ലിഫിൻ്റെ പല ഭാഗങ്ങളിൽ ഫുജിയാബുവും സംഘവും ചില ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ടെലിഫോൺ ഓഫ് ലൈഫ് എന്നാണ് അതിൻ്റെ പ്രധാന പരസ്യവാചകം. പിന്നെ ഒരു ഫോൺ നമ്പർ, ഒപ്പം ബൈബിൾ യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം, 43-ാം അധ്യായം 4-ാം വാക്യം, നീ എൻ്റെ ദൃഷ്ടിയിൽ വിലയേറിയവനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാണ് ആ വാക്യം. ഇതുകൂടാതെ ഒരു പൊതു ടെലിഫോൺ ബൂത്തും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയ കുരിശും ഒരു ബൈബിളും ഫോണിനടുത്തായി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പാസ്റ്ററുടെ ഹോട്ട് ലൈനിലേക്ക് വിളിക്കാം. ശിരഹാമ റെസ്ക്യൂ നെറ്റ്വർക്ക് എന്ന ഈ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനത്തിൻ്റെ അമരക്കാരനാണ് പാസ്റ്റർ ഫുജിയാബു. സഹജീവികളോടുള്ള സ്നേഹം ഫുജിയാബുവിൻ്റെ ജീവിതത്തിലേക്ക് ചേക്കേറുന്നത് നന്നേ ചെറുപ്പത്തിൽ തന്നെയാണ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തൻ്റെ സ്നേഹിതയായ ഒരു പെൺകുട്ടിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഫുജിയാബു ആദ്യമായി ഒരു ക്രിസ്തീയ പള്ളിയിലെത്തുന്നത്. ദൈവസ്നേഹം എന്താണെന്ന് ആ പള്ളിയിലെ സന്ദേശത്തിൽ വെച്ച് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ കാലത്ത് വായിച്ച ഒരു നോവലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണം ഫുജിയാബുവിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. തനിക്കും അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെന്ന് ആവേശത്തോടെ അവൻ ചിന്തിച്ചിരുന്ന കാലമാണത്. അപ്പോൾ ഈ സ്നേഹിക്കുന്ന യേശുവിനെക്കുറിച്ചുള്ള സന്ദേശം കൂടെ കേട്ടപ്പോൾ ആ കാലത്ത് അഭയാർത്ഥികളായിരിക്കുന്ന ആളുകളെ സഹായിക്കുവാനായിട്ട് അവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി പണശേഖരണത്തിന് വേണ്ടി ഓടി നടക്കുകയും ചെയ്തു.
എന്നാൽ ആ ബാലകനെ നിരാശനാക്കിക്കൊണ്ട് വളരെ കുറച്ച് പണം മാത്രമേ അവന് ലഭിച്ചുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ സഭയിൽ നടന്നൊരു ക്യാമ്പിൽ വെച്ച് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു മനോഹരമായ പ്രസംഗം അവൻ കേട്ടു. അപ്പോസ്തലനായ പത്രോസ് തന്നോട് വല്ലതും തരണേ എന്ന് യാചിച്ച മുടന്തനായ മനുഷ്യനോട് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കൈവശമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ആ നിമിഷം അവന് സൗഖ്യമായി. ഈ പ്രസംഗം കേട്ടത് ഫുജിയാവുവിനെ ഉണർത്തി. എനിക്കും പത്രോസിനെ പോലെ സുവിശേഷം പങ്കുവെക്കുവാൻ സാധിക്കുമല്ലോ, അതിന് പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആ ബാലകൻ അങ്ങനെ ചിന്തിച്ചു. ശിരഹാമയിലെ ഈ ജീവൻ രക്ഷാ ദൗത്യം ശരിക്കും ആരംഭിക്കുന്നത് ഫുജിയാവുവിൻ്റെ മുൻഗാമിയായിരുന്ന പാസ്റ്റർ താരോ യെമിയാണ്. 1979 ആരംഭിച്ച ഈ രക്ഷാപ്രവർത്തനം കണ്ടാണ് ഫുജിയാവു വളർന്നത്. ടോക്കിയോ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ ഉന്നതമായ പഠനം പൂർത്തിയാക്കിയപ്പോൾ പാസ്റ്റർ എമി ഫുജിയാവുവിനെ ശിരഹാമയിലെ സഭയിൽ തൻ്റെ സഹായിയാകാൻ ക്ഷണിച്ചു. വളരെ ചെറിയൊരു ശമ്പളമേ ലഭിക്കുമെന്നറിഞ്ഞിട്ടും അവൻ ആ ക്ഷണം ദൈവത്തിൻ്റെ വിളിയായി ഏറ്റെടുത്തു. 1996 അസോസിയേറ്റ് പാസ്റ്ററായി മാറി. പിന്നീട് 3 വർഷത്തിന് ശേഷം 1999 ആ സഭയുടെ സീനിയർ പാസ്റ്ററുമായി. അവൻ സഭയുടെ ചുമതലയേൽക്കുമ്പോൾ 10 അംഗങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പള്ളിയിൽ 50-ലധികം പേരുണ്ട്. വലിയ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ആ സഭ ഫുജിയാവുവിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പാസ്റ്റർ ഫുജിയാവു പുഞ്ചിരിയോടെ പറയും, പള്ളി അപൂർണരായ പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവരാജ്യം വൃത്തിയുള്ള ഒരിടമല്ല. എൻ്റെ പള്ളി ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാകണം. ഇവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. എല്ലാവരും പരസ്പരം സഹായിച്ചേ മതിയാകും. ഇതാണ് ഫുജിയാവുവിൻ്റെ ആപ്തവാക്യം. ഇനി ആത്മഹത്യയ്ക്ക് വേണ്ടി വരുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം മാത്രമാണെന്ന് ഫുജിയാവുവിന് നന്നായിട്ടറിയാം. ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു ഹീലിംഗ് ആവശ്യമുണ്ട്, സൗഖ്യം ആവശ്യമുണ്ട്. എല്ലാവരും മുറിവേറ്റവരാണ്. ജീവിതം അവസാനിപ്പിക്കുവാൻ അവർ തീരുമാനിക്കുന്നത് ആഴമായ മുറിവുകൾ കൊണ്ടാണ്. അവരുടെ മനസ്സിൻ്റെ മുറിവുകൾ സുഖമാകണമെങ്കിൽ കുറേ കാലം ക്ഷമയോടെ അവരെ പരിചരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഒരു ഡോർമെറ്ററി സംവിധാനം ഫുജിയാവു ഒരുക്കിയിരിക്കുന്നത്. എന്നും രാവിലെ 6-ന് പ്രാർത്ഥനയോടെ ഡോർമെറ്ററിയിലെ ജീവിതം ആരംഭിക്കും. എല്ലാവർക്കും അവിടെ ഭക്ഷണവും കരുതലും ലഭിക്കും. അന്തേവാസികൾക്ക് ചെയ്യുവാൻ ചില ജോലികൾ നൽകും. വൈകുന്നേരങ്ങളിൽ സ്വയം വിചിന്തനത്തിനായി സമയം നൽകും. ശരിക്കും നഷ്ടമായ ജീവിതത്തെ തിരികെ പിടിക്കാനുള്ള ഒരു പരിശീലന നേരമാണിത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നതാണ് മാറ്റത്തിൻ്റെ താക്കോൽ എന്ന് ഫുജിയാവു ഓർപ്പിക്കുന്നു. നിരന്തരമായ വേദപുസ്തക പഠനം ഈ വ്യക്തികളുടെ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്തും. സഭ നടത്തുന്ന മച്ചിനാഗ കിച്ചൺ റെസ്റ്റോറൻറ്റ്, ക്ലീനിങ് സർവീസ്, ഒരു ഫാം എന്നിവയിലെല്ലാം അന്തേവാസികൾക്ക് ചെറിയ ചെറിയ ജോലികൾ നൽകുന്നു. ആത്മഹത്യാ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവർ വീണ്ടും നെഗറ്റീവായ ചിന്തകളിൽ അകപ്പെടാതിരിക്കാൻ ഈ ജോലികൾ അവരെ സഹായിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി നടത്തിക്കൊണ്ടുപോകുവാനുള്ള വരുമാനവും ഇതിൽ നിന്നൊക്കെയായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ജപ്പാനിലെ ആത്മഹത്യാ നിരക്ക് 2003 അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ആത്മഹത്യാ നിരക്കിൽ ലോകത്തിലെ തന്നെ മുൻനിര രാജ്യങ്ങളിലൊന്നായിരുന്നു ജപ്പാൻ. ദീർഘമായ ജോലി സമയം, ഒറ്റപ്പെടൽ, ഏകാന്തത, ഉയർന്ന വിദ്യാഭ്യാസത്തിലുള്ള സമ്മർദ്ദം, മെയ്വാക്കു എന്നറിയപ്പെടുന്ന മറ്റുള്ളവർക്ക് ഭാരമാകരുതെന്ന സ്വയംബോധം, ഇങ്ങനെ നിരവധി കാരണങ്ങളാലാണ് ജപ്പാൻകാർ ആത്മഹത്യയിൽ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഫുജിയാവുവിൻ്റെ വാക്കുകൾക്ക് വ്യക്തതയുണ്ട്. ശിരഹാമയിൽ സുവിശേഷം ആത്മഹത്യയെ നേരിട്ടേ മതിയാകൂ. ഈ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അതിനെ പരിഹരിക്കുവാൻ ഈ സഭയ്ക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പാസ്റ്റർ ഫുജിയാവുവിന് എല്ലാം വിജയകഥകളൊന്നുമല്ല പറയുവാനുള്ളത്. ഒരിക്കൽ താൻ രക്ഷിച്ച ഒരു യുവാവിന് ഒരു ജോലിയും കണ്ടെത്തി കൊടുത്ത് സഹായിച്ചു. പക്ഷേ അയാൾ വീണ്ടും പ്രശ്നങ്ങളിലായി. ക്ഷമയോടെ കാത്തിരിക്കാൻ ഫുജിയാവു അവനെ ഉപദേശിച്ചു. പക്ഷേ കുറച്ച് നാളായി അവനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. 2 മാസത്തിന് ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഫുജിയാവു കേൾക്കുന്നത്. 5 വർഷം മുമ്പ് ഫുജിയാവുവിന് അപൂർവമായ ക്യാൻസർ സ്ഥിരീകരിച്ചു. കീമോതെറാപ്പിയുടെ വേദന, വൃക്കരോഗങ്ങൾ, ഇതൊക്കെ ആ ശരീരത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം വേദനാജനകമായ അനുഭവങ്ങളിലും അദ്ദേഹവും ഭാര്യ അയൂമിയും തളർന്നില്ല. ഞങ്ങൾ തളർന്നു പോയാൽ അടുത്ത ഫോൺ കോളിൻ്റെ അങ്ങേ തലയ്ക്കൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഒരാളോട് മോഷി മോഷി എന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടാകുമോ? അതിനാളില്ലാതെ പോയാലോ?
ആ തിരിച്ചറിവിൽ അവർ പ്രാർത്ഥനയോടെ ഫോൺ ബെൽ മുഴങ്ങുന്നതും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ജപ്പാനിലെ ശിരഹാമ കടൽ തീരത്തു നിന്നുള്ള ഒരു കൊച്ച് ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ പാസ്റ്റർ യോയിച്ചി ഫുജിയാബുവിൻ്റെ കഥ ലോകത്തെ അറിയിച്ചത് ലോകപ്രശസ്ത ക്രിസ്തീയ പ്രസിദ്ധീകരണമായ ക്രിസ്ത്യാനിറ്റി ടുഡേയുടെ പുതിയ ലക്കമാണ്. ഈ ജീവിതകഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു? നമുക്ക് ലഭിച്ച മനോഹരമായ ജീവിത സാഹചര്യങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ നിലയിൽ സഹജീവികൾക്ക് ആശ്വാസമേകുവാൻ, വഴികാട്ടികളാകുവാൻ ഫുജിയാവുവിനെ പോലെ നമുക്കും സമർപ്പിക്കുവാൻ സാധിക്കുമോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.